നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര കോളുകളാണ്, വാട്സപ്പിലുള്ള മെസ്സേജുകൾ എത്രയാണ്. ഓരോന്ന് പറയുമ്പോഴും തുടങ്ങുമ്പോഴും അസ്സലാമു അലൈക്കും എന്ന് തുടങ്ങുകയും ഫോൺ വെക്കുമ്പോൾ വഅലൈക്കും സലാം എന്ന് ഒരു ഭാഗം സലാം പറയുമ്പോൾ മറ്റൊരാൾ മറുപടി പറഞ്ഞു വെച്ചാൽ ആ രണ്ട് സലാമിന്റെ ഇടയിൽ സംസാരിച്ചത് മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് ഇബാദത്തായി തരില്ലേ? എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? കേവലം ഫോൺ വിളി. ഓരോ ഫോണിലും ഒരസ്സലാമു അലൈക്കും എന്ന് തുടങ്ങിയാൽ എത്ര പ്രതിഫലമായി. ഒരു ദിവസം എത്ര ഫോൺ കോളുകൾ വന്നേക്കും, എത്ര തവണ സലാമും സലാം അടക്കലുമോടെ നടക്കും. അഫ്ശുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണേ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് വീട്ടിലേക്ക് കടക്കുമ്പോൾ സലാം പറയണമെന്ന് പറഞ്ഞു. ഉമ്മമാരോട്, ഉമ്മയോടും അപ്പയോടും മക്കൾ സലാം പറഞ്ഞ് ആ ഉമ്മയുടെയും അപ്പയുടെയും കൈ മുത്തണം എന്ന് പറഞ്ഞ ശരീഅത്താണ് നമ്മുടെ ശരീഅത്തുൽ ഇസ്ലാം. ഇങ്ങനെ സ്വന്തം ഉമ്മയോട് അസ്സലാമു അലൈക്കും എന്ന് ഉമ്മയുടെ കൈ പിടിച്ച് ഉമ്മയുടെ കൈ മുത്തണം മക്കളെന്നാണ് ശറഅ് പഠിപ്പിച്ചത്. വാപ്പയുടെ കൈ മുത്തണമെന്നാണ് ശറഅ് പഠിപ്പിച്ചത്. നമ്മളത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങിക്കോളും മുഅ്മിനേ. അഫ്ശുസ്സലാം, ഇത് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള വഴിയാണ്. മനസ്സിനുള്ളിലെ മോശപ്പെട്ട ചിന്തകൾ ഒഴിവാക്കുകയും രക്ഷ നേരുകയും ശാന്തി നേരുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ അഭിവാദനമല്ലയോ അസ്സലാമു അലൈക്കും.